ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഒരുപക്ഷെ വൺ പീസ് ഫാന്റംസിലെ ഏറ്റവും വെറുക്കപ്പെട്ട ഒരു കഥാപാത്രം ചിലപ്പോൾ അക്കൈനു ആകാം. ഇങ്ങനെ വെറുക്കാൻ തക്കതായ ചില കാരണങ്ങൾ കൂടി അയാൾ ഉണ്ടാക്കി വെച്ചിട്ടുമുണ്ട്. എയ്സിന്റെ മരണത്തോടെ അക്കൈനുവിന്റെ ഡിഫീറ്റിനായിട്ട് എല്ലാവരും കാത്തിരിക്കുകയാണ്. ഫൈനൽ സാഗയിലാകാം ഒരുപക്ഷെ അക്കൈനുവിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാവുക എന്നും പറയപ്പെടുന്നു. അതുകൂടാതെ ഡ്രാഗനുമായിട്ട് ഇയാൾക്ക് എന്താണ് ഇത്ര വിരോധമെന്നും ലൂഫിയെ കൊല്ലാൻ തക്ക ദേഷ്യം എന്തിനീ കഥാപാത്രം വെച്ചു പുലർത്തുന്നതെന്നും വളരെ നിഗൂഢമാണ്. എൻറ്റയർ ഡീക്ലാൻ മെമ്പേഴ്സിനെയും വെറുക്കുന്ന ഇയാൾ എന്തിനെയാണ് ലക്ഷ്യം വെക്കുന്നതെന്നും അക്കൈനു ആരാണെന്നും ഒന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി വീഡിയോ അവസാനം വരെ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ വീഡിയോ ഒന്ന് ഹൈപ്പ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. ഏവർക്കും കോമിക് വണ്ടേഴ്സിന്റെ മറ്റൊരു വൺ പീസ് എപ്പിസോഡിലേക്ക് സ്വാഗതം. ചാപ്റ്റർ 397 എപ്പിസോഡ് നമ്പർ 278 അക്കൈനുവിനെ ആദ്യമായി കാണിക്കുന്നത്. നോർത്ത് ബ്ലൂവിലെ മറൈൻ ഹെഡ്ക്വാർട്ടേഴ്സിനടുത്താണ് ഇദ്ദേഹത്തിന്റെ ജന്മസ്ഥലം. ഏകദേശം 55 വയസ്സോളം പ്രായമുണ്ട്. ഓഗസ്റ്റ് 16 ബർത്ത്ഡേ ആയി പറയുന്നത്. അക്കൈനു എന്ന പേരിന്റെ അർത്ഥം റെഡ് ഡോഗ് എന്നാണ്. ആബ്സല്യൂട്ട് ജസ്റ്റിസ് എന്നതാണ് അക്കൈനു മുന്നോട്ട് വെക്കുന്ന വാദം. അത് നടപ്പിലാക്കാനായി മറൈനിൽ ജോയിൻ ചെയ്തു. അതിലൂടെ വൈസ് അഡ്മിറലിലേക്കും അവിടുന്ന് അഡ്മിറൽ പദവിയിലേക്കും പിന്നീട് എൻറ്റയർ മറൈൻസിനെ നയിക്കുന്ന ഫ്ലീറ്റ് അഡ്മിറലായി മാറുകയും ചെയ്തു. താനൊരു വൈസ് അഡ്മിറൽ ആയിരുന്ന കാലത്താണ് ഒഹാറ ഇൻസിഡന്റ് ഉണ്ടാകുന്നത്. അതിന് നേതൃത്വം നൽകിയതും ബസ്റ്റർ കോളിന് ആഹ്വാനം നൽകിയതും അക്കൈനു ആയിരുന്നു. സാധുക്കളായ ഒരുപാട് ഒഹാറ ജനങ്ങൾ വെന്തെരിഞ്ഞപ്പോൾ ഗവൺമെന്റിനെതിരായി നിൽക്കാൻ ശ്രമിച്ചവരെ കൊന്നൊടുക്കുന്നതിലൂടെ ജസ്റ്റിസ് നടപ്പിലാക്കി എന്നായിരുന്നു അയാളുടെ വാദം. ഗവൺമെന്റിന്റെ എക്കാലത്തെയും ഒരു വേട്ടനായയാകാൻ മാത്രം ശ്രമിച്ച അക്കൈനു ഒഹാറയിലൂടെ ഗവൺമെന്റിനോട് തനിക്കുള്ള കൂറ് എന്താണ് എന്ന് തെളിയിച്ചു. പിന്നീട് മറൈൻ ഫോർഡിലെ വാറിൽ പങ്കെടുത്തുകൊണ്ട് മറൈൻസിനിടയിൽ ഒരു നായകനായി മാറിക്കൊണ്ട് എൻറ്റയർ വേൾഡിലും ഒരു ചർച്ചാ വിഷയമായി. എയ്സിനെ കൊല്ലുന്നതോടെ ലൂഫിയെ തന്റെ എക്കാലത്തെയും റൈവലായി തിരഞ്ഞെടുക്കുക എന്ന സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു താൻ മറൈൻ ഫോർഡിൽ വെച്ച് ചെയ്തത്. മറൈൻ ഫോർഡിന് ശേഷം സെങ്കോക്കു തന്റെ ഫ്ലീറ്റ് അഡ്മിറൽ സ്ഥാനത്ത് നിന്ന് ഒഴിയുന്നതിലൂടെ ആ സ്ഥാനത്തിനു വേണ്ടി അക്കൈനു മുന്നോട്ട് വന്നിരുന്നു. എന്നാൽ സെങ്കോക്കു കുസാനെ റെക്കമെൻഡ് ചെയ്തതോടെ ഇരുവർക്കുമിടയിൽ അതൊരു ബലപരീക്ഷണമായി. പങ്കാസാഡിൽ ഏകദേശം 10 ദിവസം നീണ്ടുനിന്ന ആ പരീക്ഷണത്തിൽ അക്കൈനു വിജയിക്കുകയും പുതിയ ഫ്ലീറ്റ് അഡ്മിറലായി ചാർജ് എടുക്കുകയും ചെയ്തു. താൻ ചാർജ് എടുത്ത ശേഷമാണ് മറൈൻ ഹെഡ്ക്വാർട്ടേഴ്സിനെ റീലൊക്കേറ്റ് ചെയ്ത് ന്യൂ വേൾഡിലേക്ക് കൊണ്ടുവന്നത്. കൂടാതെ ന്യൂ വേൾഡിലുണ്ടായ മേജർ പൈററ്റ് ഇവന്റുകളെ രഹസ്യമായി മനസ്സിലാക്കാൻ തന്റെ നേതൃത്വത്തിൽ കൊണ്ടുവന്ന ഒരു യൂണിറ്റാണ് സ്വാഡ് എന്നത്. ഇതോടെ പൈററ്റ്സിന് അക്കൈനു ഒരു തലവേദനയായി മാറി. എൻറ്റയർ ഡീക്ലാനെയും വെറുക്കുന്ന അക്കൈനു അതിൽ മങ്കി ഫാമിലിയോട് മാത്രം എന്താണ് ഇത്ര ശത്രുത എന്നുള്ളത് ഒരു മിസ്റ്ററി തന്നെയാണ്. എങ്കിലും ഡ്രാഗനും അക്കൈനുവിനും ഇടയിൽ ഒരു പക്ഷേ നല്ലൊരു സുഹൃത്ത് ബന്ധം ഉണ്ടായിരുന്നിരിക്കാം. അല്ലെങ്കിൽ ഡ്രാഗന്റെ വൈഫിനെ ചുറ്റിപ്പറ്റി നിലനിൽക്കുന്ന തിയറികളിൽ എന്തെങ്കിലും ആകാം എന്നും പറയപ്പെടുന്നു. മാഗ്മ ഫ്രൂട്ട് എന്ന ലോഗിയ ടൈപ്പ് ഡെവിൾ ഫ്രൂട്ട് ആണ് അക്കൈനുവിന്റെ ഡെവിൾ ഫ്രൂട്ട് പവർ. മറ്റുള്ള ലോഗിയ ടൈപ്പ് യൂസേഴ്സിനെ പോലെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫിസിക്കൽ അറ്റാക്കുകളോ ബുള്ളറ്റുകളോ സോഡ് ഫൈറ്റുകളോ ഒന്നും തന്നെ ഇദ്ദേഹത്തെ പരിക്കേൽപ്പിക്കില്ല. മറ്റുള്ള എലമെന്റൽ ലോഗിയേക്കാൾ വളരെ പവർഫുൾ ആയൊരു ഡെവിൾ ഫ്രൂട്ട് ആണ് ഈ മാഗ്മ. അതുകൊണ്ടാണ് എയ്സിനെ ഇല്ലാതാക്കിയതും ലൂഫി, ജിംബെ തുടങ്ങിയവരുടെ ശരീരത്തിൽ ഉണങ്ങാത്ത പരിക്കേൽപ്പിച്ചതും. ആർമമെന്റ് ഹാക്കി ഉപയോഗിച്ചും മാർക്കോയുടെ ഫീനിക്സ് ഫ്ലെയിംസും എയ്സിന്റെ ഫയർ ഫ്ലെയിംസും തുടങ്ങിയവ ഒരു പരിധിവരെ അക്കൈനുവിന്റെ അറ്റാക്കുകളെ തടഞ്ഞു നിർത്താനും അയാളെ തിരിച്ചറ്റാക്ക് ചെയ്യാനും സാധിക്കും. ഗ്രേറ്റ് ഇറപ്ഷൻ, മീറ്റിയോർ വോൾക്കാനോ, ഹെൽ ഹൗണ്ട് തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട അറ്റാക്കുകൾ. കൂടാതെ ആർമമെന്റ് ഹാക്കി, ഒബ്സർവേഷൻ ഹാക്കി എന്നീ ഹാക്കി പവേഴ്സും അക്കൈനുവിന് ഉണ്ട്. കോൺഗ്രസ് ആക്കി ഉള്ളതായി പറയുന്നില്ല. എന്തായാലും ഫൈനൽ സാഗയിലാവും അക്കൈനു വേഴ്സസ് ലൂഫി ഉണ്ടാവുകയുള്ളൂ എന്ന് പറയപ്പെടുന്നു. നിങ്ങളിൽ എത്ര പേർ ഈ ഒരു ഫൈറ്റിനായിട്ട് എക്സൈറ്റഡ് ആണ് എന്നൊന്ന് കമൻറ്റ് ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.